എല്ലാവർക്കും നമസ്കാരം. ഇന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കുന്നത്തൂർ മനയെ പറ്റിയിട്ട്. കുന്നത്തൂർ മനയുടെ അകക്കാഴ്ചകളാണ് നിങ്ങളിലെത്തിക്കുന്നത്. പണ്ട് ഉണ്ടാക്കിയ വീടിൻ്റെ എത്രമാത്രം ഭംഗിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഓരോ പണികളിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശരിക്ക് ഒരു കൊട്ടാരം തന്നെയാണ് അകത്ത് കയറുമ്പോൾ. അതിന് ആ കൊട്ടാരത്തിൽ രാജസദസ്സ് നടക്കും പോലെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് അവർ അന്ന് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള. അന്ന് പണ്ട് നമ്മൾ ചുമക്കാൻ വേണ്ടിയിട്ടിരുന്ന ദണ്ട് അങ്ങനെ എന്താ എനിക്ക് ശരിക്കും അതിനെപ്പറ്റി പറയാനറിയില്ല. എന്തായാലും ഇന്നത് സൂക്ഷിക്കുന്നവർ ആരുടെ കൈവശമാണ് അവരത് അത്യാവശ്യം പഴയ രീതിയിൽ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പഴമ നഷ്ടപ്പെടാതെ എന്ന സൗകര്യങ്ങൾ കൂട്ടിയിട്ടും അവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓരോ 3 നിലയിൽ കിടക്കുന്ന ആ കുന്നത്തൂർ മന ആ വഴിക്ക് പോവുകയാണെങ്കിൽ പൊന്നിയൂർക്കുളം ഗുരുവായൂരടുത്താണ്, എല്ലാവരും ഒന്ന് സന്ദർശിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ പോയത് മഴക്കാലത്താണ്. നല്ല ചൂട് സമയത്ത് പോയാലും അവിടെ ഏകദേശം അതുപോലെ തന്നെ ആവും തോന്നുന്നുണ്ട്. എന്തായാലും വല്ലാത്തൊരു കാഴ്ചകളാണത്. നമ്മളൊക്കെ പണ്ട് ദൂരം നിന്നിട്ടും അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ പഴയ വീടുകൾ. ഒരുപാട് സന്തോഷമാണ് ഇങ്ങനത്തെ പഴമ നിലനിർത്തിയത് കാണുമ്പോൾ. ഒഴിവുള്ള സമയത്ത് എല്ലാവരും ഒന്ന് പോവുക, സെർച്ച് ചെയ്താൽ കാട്ടാവുന്നതാണ്. മുൻകൂട്ടി റൂം ബുക്കിംഗ് കാര്യങ്ങളുണ്ട്. ഞങ്ങളവിടെ നിന്ന സമയത്ത് ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് ദമ്പതികളുടെ വരുന്നുണ്ടെന്നുള്ള. ക്യാമറാമാരുടെ ഇഷ്ട ലൊക്കേഷനാണ് ഈ കുന്നത്തൂർ മന എന്നുള്ള. പല ക്യാമറാമാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അത്രമാത്രം വ്യൂസ്, അത്രമാത്രം നല്ല നല്ല ഫ്രെയിം ഇവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ വരുന്നത് എന്നുള്ളതാണ്. തൃപ്തിയാവുന്ന രീതിയിലുള്ള ഫ്രെയിം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും വരികയാണെങ്കിൽ എൻ്റെ ഈ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലേ സബ്സ്ക്രൈബൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കേ.